ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഒരു ബിരിയാണി ഉണ്ടാക്കലാണ്. ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. താത്തയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 കിലോന് ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 കിലോ ബീഫ് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം തോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. താത്താൻ്റെ ബിരിയാണി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഗൾഫിൽ നിന്ന് വന്നില്ലേ, ആ താത്തയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ബിരിയാണിയൊക്കെ വെച്ചാൽ. ബിരിയാണി വെച്ചാലും മന്തി വെച്ചാലും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ടു. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല, അതേപോലെ മല്ലിച്ചപ്പ്, പുതിന എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം. പിന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല. വെള്ളം ജസ്റ്റ് ഒരു കയ്യുമ്മ ഒന്ന് തടവിയിട്ട് ഒന്ന് തളിച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അതും കൂടെ നന്നായിട്ട് കുഴച്ചിട്ടാണ് വേവിക്കാൻ വേണ്ടിയിട്ട്, ബീഫ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, മല്ലിച്ചപ്പ്, പുതിന, പച്ചമുളക് ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. പിന്നെ തക്കാളി, ഒരു 2-3 തക്കാളി, സവാള ഒരു 4-5 സവാള, 5 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പിന്നെ നമുക്ക് മസാല വേണമെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാൻ. ഞങ്ങൾ പിന്നെ മസാല അധികം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് മസാല കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ഓയിലാണ് കേട്ടോ വെക്കുന്നത്. വെളിച്ചെണ്ണക്കാട്ടിലും ടേസ്റ്റ് ബിരിയാണി വെക്കാൻ ഓയിലാണ്. വെളിച്ചെണ്ണയിൽ അങ്ങനെ ഞങ്ങൾ ബിരിയാണി വെക്കാറില്ല. അല്ലെങ്കിൽ പിന്നെ ഡാൽഡ വേണം. ഡാൽഡ പിന്നെ അങ്ങനെ ഉപയോഗിക്കാറുമില്ല. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് പാം ഓയിലും അതേപോലെ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയിട്ട് പിന്നെയാണ് സവാള ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് വഴണ്ടി വരണം. അതിന് ശേഷമാണ് സവാള ചേർത്ത് കൊടുക്കേണ്ടത്. സാധാരണ എല്ലാവരും ഇതിലേക്ക് മറ്റേ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഇതൊക്കെ ഇട്ടിട്ടല്ലേ, അത് പൊട്ടിച്ചിട്ടാണ് പിന്നെ സവാള ഇട്ടിട്ടാണ് സവാള നന്നായി വഴറ്റിയതിന് ശേഷമാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കൽ. പക്ഷേ താത്ത അങ്ങനെയല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ സവാള ചേർത്ത് കൊടുക്കുന്നത്. ഓരോരുത്തർ ഓരോ ടൈപ്പിലാണല്ലോ ബിരിയാണിയൊക്കെ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ടേസ്റ്റിൽ വ്യത്യാസങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ സവാളയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് നന്നായിട്ട് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവാള അത്യാവശ്യം നന്നായി വഴണ്ടി വരണം. നന്നായിട്ടുണ്ട് കരിഞ്ഞ പോലെ അങ്ങനെ ആവണ്ട, എന്നാൽ തീരെ ആവാതെ നിൽക്കാനും പറ്റൂല കേട്ടോ. ഒരു മീഡിയം ഇതിൽ വഴന്ന് വരണം. കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെക്കണം കേട്ടോ. മൂടി വെച്ചിട്ട് തക്കാളി ഒന്ന് വെന്ത് വരണം. അപ്പോൾ അതൊന്ന് അവിടെ സെറ്റാവട്ടെ. അപ്പോൾ ഇനി ചോറ് വെക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ ചോറ് വെക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ടാണ് പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതൊക്കെ ചേർത്ത് കൊടുത്ത് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു. പിന്നെ ഉപ്പും കൂടെ അത്യാവശ്യത്തിനുള്ള ചോർക്ക് വേണ്ട ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നിട്ട് പിന്നെ അരി നന്നായിട്ട് കഴുകി കുറേ പ്രാവശ്യം കഴുകണം കേട്ടോ. എന്നാലുള്ള ആ ചോറ് ആ വെള്ള കളറിൽ കിട്ടുള്ളൂ. അപ്പോൾ നല്ലോണം കഴുകിയിട്ട് വെള്ളം തോരാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നിട്ട് അപ്പോൾ വെള്ളം നമ്മൾ ചോറിന് വെച്ചിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഉപ്പൊക്കെ അതിൻ്റെ ഇടയിൽ ഒന്ന് ചെക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് തൈരൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നു. അപ്പോൾ അതിലോട്ട് ബീഫൊക്കെ പിന്നെ ഒരു 5 വിസിലോളം അടിച്ചിട്ടോ. ഒരു 3/4 വേവ് ആയിട്ടുണ്ടായിരുന്നു ബീഫ്.
എന്നിട്ട് അതും കൂടെ ആ മസാലയ്ക്കൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കണേ. വെള്ളം നല്ലോണം ഉണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം കുറച്ച് വറ്റിച്ചെടുക്കണം. പിന്നെ അത് നെയ്യായിരുന്നു കേട്ടോ, അതുകൊണ്ട് പിന്നെ നെയ്യ് അങ്ങനെ വറ്റി കിട്ടൂലല്ലോ. പിന്നെ ചോറ് ഊറ്റി ഒരു 3/4 വേവ് ചോറും ആയതിന് ശേഷം ദമ്മിട്ട് വെച്ചു. അതിൻ്റെ മേലെ കൂടെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. അത്രയേ ഉള്ളൂ. പിന്നെ ഒരു തേങ്ങാ ചമ്മന്തിയും കൂടി, സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന തേങ്ങ പുതിനയൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന തേങ്ങാ ചമ്മന്തിയും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ചമ്മന്തി അച്ചാറോ അല്ലെങ്കിൽ ചമ്മന്തിയോ ഏതെങ്കിലും ഒന്ന് വേണം കേട്ടോ. അച്ചാറാണ് സാധാരണ ഞങ്ങൾ ഉണ്ടാക്കാറുള്ളത്. പക്ഷേ അച്ചാർ ഇട്ട് വെച്ചതും തീർന്നിരുന്നു. പിന്നെ അച്ചാർ ഇടാൻ സാധനങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ചമ്മന്തി അങ്ങനെ അരച്ചെടുത്തതാണ്. ചമ്മന്തിക്ക് പച്ചമുളകും തേങ്ങയും പുതിനേൻ്റെ ഇലയും ഒരു ഇഞ്ചി കഷ്ണം, ചെറിയൊരു ഇഞ്ചി കഷ്ണം, പിന്നെ ഒരു ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ്. പിന്നെ ഇത് സുർക്ക, വിനാഗിരി എന്നൊക്കെ പറയും ചില സ്ഥലങ്ങളിൽ, ഞങ്ങളിവിടെ സുർക്ക എന്നാണ് പറയാറുള്ളത്. സുർക്കയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്ത് അങ്ങനെ ചമ്മന്തിയും കൂടി ഒന്ന് സെറ്റാക്കിയെടുത്ത് അതിന് ശേഷം പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. കാരണം വലിയ താത്ത വന്നതുകൊണ്ട് രണ്ടാമത്തെ താത്തയും വന്നിട്ടുണ്ടായിരുന്നു. അനിയത്തി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ മക്കളൊക്കെ ഉണ്ടായിരുന്നു, രണ്ടാമത്തെ താത്തി മക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തർ ഓരോരോ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്ത് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഫ്രഷായൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ദമ്മ് പൊട്ടിക്കാനും ആയി. അങ്ങനെ ഒരു 20 മിനിറ്റോളമാണ് കേട്ടോ നമ്മൾ ദമ്മിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ചോറ്. അങ്ങനെ ദമ്മൊക്കെ പൊട്ടിച്ചു. ഇനി ചോറ് വേറെ ആക്കണം, അതേപോലെ മസാല വേറെ ആക്കണം കേട്ടോ. ഞങ്ങൾ ഇവിടെ കോട്ടക്കൽ ഭാഗത്തൊക്കെ പിന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കലാണ്, അതായത് ചോറും മസാലയും പീസൊക്കെ മിക്സാക്കലാണ്. പക്ഷേ വണ്ടൂർ ഭാഗത്തൊക്കെ ഇത് സെപ്പറേറ്റ് ചെയ്യും കേട്ടോ. ചോറ് വേറെ ആക്കും, മസാല വേറെ ആക്കും. അപ്പോൾ ആ ഒരു രീതിയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ആദ്യം മക്കൾക്കൊക്കെ കൊടുക്കുകയാണ് ഫുഡ്. അവരെല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയണം കേട്ടോ. ഫുഡ് അടിപൊളിയാണ്. അങ്ങനെ അഭിപ്രായം ചോദിച്ചപ്പോഴേ അടിപൊളി ഫുഡാണെന്നൊക്കെ പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വെറുതെ പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.